നമസ്കാരം സുഹൃത്തുക്കളെ, വരൂ കടന്നു വരൂ. IT-യിലെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. കഴിഞ്ഞ 10th മെയിൻസ് എക്സാമുകളെല്ലാം ഈ 2024 10th മെയിൻസിന്റെ കുറെ എക്സാമുകൾ നടന്നായിരുന്നു. അതിനൊക്കെ IT-യുടെ ഭാഗത്ത് നിന്ന് ചോദ്യത്തിലൊക്കെ പാറ്റേണിൽ അല്പം വ്യത്യാസം വന്നിട്ടുണ്ട്. പുതിയ ടെക്നോളജികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ പാറ്റേണിൽ വരുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഇനി നമ്മൾ എഴുതാൻ പോകുന്ന 10th മെയിൻസ് എക്സാമിനും നേരത്തെയൊക്കെ 3 മാർക്കിനായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത് ഇനിയും ഒരു പക്ഷേ 5 മാർക്കിനായിരിക്കാം. LD-ക്കൊക്കെ ചോദിച്ച പോലെ വന്നേക്കാം, ചോദ്യത്തിന്റെ എണ്ണം കൂടി വന്നേക്കാം. നമ്മൾ അല്പം തയ്യാറെടുത്തിരിക്കണം, മുൻപേ തയ്യാറെടുത്തിരിക്കണം, കുറച്ച് ചോദ്യങ്ങളെ പരിചയപ്പെട്ട് പാറ്റേണും മനസ്സിലാക്കിയിരിക്കണം. സമയം കളയാതെ ആ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. വേഗം വായു നോക്കാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കമ്പനിയുടെ പ്രോഡക്റ്റ് അങ്ങനെ ഒരു ജോഡികളായിട്ട് ഇങ്ങനെ തന്നേക്കാണ്. അപ്പൊ ഏതെങ്കിലും കമ്പനിയുടെ പ്രോഡക്റ്റ് അല്ലാത്തത് ഏതെങ്കിലും ഇവിടെ നൽകിയിട്ടുണ്ടോ അയാളെ കണ്ടുപിടിക്കുക, കൂട്ടത്തിൽ പെടാത്ത ആളെ കണ്ടുപിടിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ കമ്പനിയും പരിശോധിക്കുക. എന്നിട്ട് ശരിയായ ജോഡി തെറ്റായ ജോഡി നമുക്ക് നോക്കാം. എഡ്ജ് മൈക്രോസോഫ്റ്റ് ശരിയാണോ? എഡ്ജ് മൈക്രോസോഫ്റ്റ് ശരിയായ ജോഡിയാണ്. യെസ്. ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ് ശരിയായ ജോഡിയാണോ? ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റിന്റെ പ്രോഡക്റ്റ് അല്ല. ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് അഡോബി എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്. അഡോബി എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഇമേജ് എഡിറ്റർ ആണ് ഫോട്ടോഷോപ്പ്. അഡോബി എന്ന് പറയുന്ന കമ്പനിയുടെ ഓഡിയോ എഡിറ്റർ ആണ് അഡോബി ഓഡീഷൻ. അഡോബി എന്ന് പറയുന്ന കമ്പനിയുടെ വീഡിയോ എഡിറ്റർ ആണ് പ്രീമിയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് വേറൊരു വലിയ കമ്പനിയാണ്, അതിന്റെയാണ് ഫോട്ടോഷോപ്പ്. ഇനി ആപ്പിളിന്റെ OS ആണ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ശരിയാണ്, ആപ്പിളിന്റെ OS-നെ മാക് OS എന്ന് വിളിക്കാം. ഫോണിലാണെങ്കിൽ നമ്മൾ iOS എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ദാറ്റ്സ് ട്രൂ. ഇനി അടുത്തത് ഗൂഗിളിന്റെ പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഗൂഗിളിന്റെ OS ആണ് ആൻഡ്രോയിഡ് എന്ന് തന്നിട്ടുണ്ട്. അതും ശരിയാണ്. 1, 3, 4 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കുറച്ച് കമ്പനികളും പ്രോഡക്റ്റുകളും പെട്ടെന്ന് നമുക്ക് നോക്കൂ. വിർച്വൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്, ബ്രൗസർ, സെർച്ച് എഞ്ചിൻ, OS, AI സിസ്റ്റം, ഈ പറഞ്ഞ 5 പ്രോഡക്റ്റുകളെ 3 പ്രധാനപ്പെട്ട കമ്പനി കൂടെ നോക്കിയേ. ഇവിടെ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ജയന്റുകൾ 3 പേരാണ്, ആപ്പിൾ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്. അപ്പൊ ഈ 3 പേരുടെ മാത്രം പ്രോഡക്റ്റുകൾ. ബാക്കിയുള്ളവർ കുറെ ആൾക്കാരുടെ ഇഷ്ടംപോലെ പ്രോഡക്റ്റ് ഉണ്ട്. എല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ആൾക്കാർ ഇവിടെ പറഞ്ഞു പോവാണ്. അപ്പോൾ ഗൂഗിളിന്റെ വിർച്വൽ അസിസ്റ്റന്റ് നമ്മൾ വോയിസ് കൊണ്ട് കൺട്രോൾ ചെയ്യില്ലേ, ആ സംഭവമാണ് വിർച്വൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇന്ന് ചെയ്യൂ, അലാം സെറ്റ് ചെയ്യൂ, വിളിക്കൂ, കോള് വിളിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഗൂഗിളിന്റെ ശരിക്കും ഓക്കെ ഗൂഗിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന ആളുടെ പേര് ഗൂഗിൾ അസിസ്റ്റന്റ് എന്നാണ്. ആളുടെ പേര് ഗൂഗിൾ അസിസ്റ്റന്റ് എന്ന് തന്നെയാണ്. അടുത്തത് ആപ്പിളിന്റെ സിറി എന്ന് പറഞ്ഞ ആളുടെ പേരാണ് ഓർക്കേണ്ടത്. ഹേയ് സിറി, കോൾ ഇന്നയാൾ, ഹേയ് സിറി, മെസ്സേജ് പ്രമോദ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ആ സംഭവം, ആ ഒരു അസിസ്റ്റന്റ് ആപ്പിളിന്റെ സിറി. മൈക്രോസോഫ്റ്റിന് ഫോണൊന്നുമില്ല, ഫോണിലല്ല ഈ അസിസ്റ്റന്റ്. മൈക്രോസോഫ്റ്റിന്റെ OS ആയ വിൻഡോസ് 10, 11 അതിന്റെ അകത്തൊക്കെ ഉള്ള ഒരു അസിസ്റ്റന്റ് ആണ്. മൈക്രോസോഫ്റ്റിന്റെ വോയിസ് അസിസ്റ്റന്റിന്റെ പേര്, ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ആളുടെ പേര് കോർട്ടാന എന്നാണ്. കോർട്ടാന. ബ്രൗസർ, വെബ്സൈറ്റുകളെ കണ്ടുപിടിക്കാൻ, വെബ്സൈറ്റുകളെ കണ്ടുപിടിക്കാൻ ഞാൻ പറയുന്നില്ല, വെബ്സൈറ്റുകളെ ആക്സസ് ചെയ്യാൻ. ഇപ്പൊ കേരള PSC എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് കയറി നമുക്ക് അതിനെ ആക്സസ് ചെയ്തതിന്റെ വിവരങ്ങൾ എടുക്കാൻ, നമുക്ക് അപ്ലോഡ് ചെയ്യാൻ, ഡൗൺലോഡ് ചെയ്യാൻ എല്ലാം പറ്റുന്ന സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളെ, വെബ്സൈറ്റുകളെ സന്ദർശിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ബ്രൗസർ. ഗൂഗിളിന്റെ ബ്രൗസർ ആണ് സുഹൃത്തുക്കളെ ക്രോം. ഗൂഗിളിന്റെ ബ്രൗസറിനെ ക്രോം എന്ന് വിളിക്കാം. ആപ്പിളിന്റെ ബ്രൗസർ ഏതാണെന്ന് ചോദിച്ചാൽ ശരിയാണ് നിങ്ങൾ പറയുന്ന ഉത്തരം സഫാരി. ദാറ്റ്സ് ട്രൂ. അടുത്ത മൈക്രോസോഫ്റ്റിന്റെ വെബ് ബ്രൗസർ, എല്ലാവർക്കും തിരിഞ്ഞു പോകുന്നതാണ്. ഓർക്കണം, മൈക്രോസോഫ്റ്റിന്റെ വെബ് ബ്രൗസർ വെബ്സൈറ്റുകളെ കയറി ഇങ്ങനെ നോക്കി വെബ്സൈറ്റുകൾ ഓരോന്നും സന്ദർശിച്ച് അതിനകത്തെ ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ട് വിവരങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാൻ ഒക്കെ ഉപയോഗിക്കുന്ന ആ സോഫ്റ്റ്വെയർ അതേതാണെന്ന് ചോദിച്ചാൽ അത് എഡ്ജ് ആണ്. മാറിപ്പോവരുത്, പല ആൾക്കാർ ഇവിടെ ബിങ് എന്ന് കറക്കി കുത്താറുണ്ട്. നോ, എഡ്ജ്. ഇനി സെർച്ച് എഞ്ചിൻ എന്താ? പല വെബ്സൈറ്റുകളിൽ കിടക്കുന്ന ഡാറ്റ ഓരോന്നും ഏത് വെബ്സൈറ്റിന്റെ അഡ്രസ് ഏതാ, അതൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് പല വെബ്സൈറ്റിന്റെ URL ഒന്നും അറിയത്തില്ല. അപ്പോൾ വേണ്ട വെബ്സൈറ്റുകളെ കണ്ടുപിടിക്കാൻ, വെബ്സൈറ്റുകളുടെ അകത്തുള്ള ഏതെങ്കിലും ഇമേജ് ഡാറ്റ മാത്രമാണെങ്കിൽ അതിനെ കണ്ടുപിടിക്കാൻ, പല വെബ്സൈറ്റുകളിലായി ചിന്നിച്ചിതറി കിടക്കുന്ന വിവരങ്ങളെയൊക്കെ ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് സുഹൃത്തുക്കളെ അതിനെ വിളിക്കുന്ന പേര് പോയി എവിടെ. അങ്ങനെ വെബ്സൈറ്റുകളെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു വെബ്സൈറ്റ്, ഇത് ശരിക്കും ഒരു വെബ്സൈറ്റ് ആണ്. ഇതൊരു സോഫ്റ്റ്വെയർ ആണെന്ന് ചോദിച്ചാൽ അല്ല. സെർച്ച് എഞ്ചിനുകൾ എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റിന്റെ അകത്ത് നമ്മൾ വേണ്ട കീവേഡ് അടിച്ചു കഴിഞ്ഞാൽ
ആ കീവേഡിലുള്ള ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ, വെബ്സൈറ്റുകളുടെ ലിസ്റ്റ് വേണമെങ്കിൽ വെബ്സൈറ്റുകളുടെ ഡാറ്റ ഇൻഫർമേഷൻ ആണെങ്കിൽ അത് ഇതെല്ലാം വരും. അങ്ങനെ വിവരങ്ങളെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ആളാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇത് വെബ്സൈറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ സുഹൃത്തുക്കളെ ഓർക്കണം, google.com അതാണ് ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻ. ഗൂഗിൾ എന്ന് പറഞ്ഞ പേര് തന്നെ സെർച്ച് എഞ്ചിൻ ആയിട്ട് വന്ന ഒരു കമ്പനിയാണ് അത്. എന്നിട്ടാണ് പിന്നെ ഈ സാമ്രാജ്യം എല്ലാം ഗൂഗിൾ കെട്ടിപ്പടുത്തത്. ഇനി അടുത്തത് നോക്കൂ, ആപ്പിളിന്റെ സെർച്ച് എഞ്ചിൻ ഏതാണ്? ആപ്പിളിന് അങ്ങനെ ഒരു സെർച്ച് എഞ്ചിൻ പ്രത്യേകിച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവർ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരാളുണ്ട്. ആപ്പിളിന്റെ ഈ ഫയൽസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരാളുണ്ട്. ആളുടെ പേര് സ്പോട്ട്ലൈറ്റ് എന്നാണ്. സ്പോട്ട്ലൈറ്റ് അത്ര സെറ്റായിട്ട് വന്നിട്ടില്ല, ഞാനൊരു സ്റ്റാർ ഇട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. സ്പോട്ട്ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ആരാണ്? മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിനെയാണ് നമ്മൾ ബിങ് എന്ന് വിളിക്കുക. ഗൂഗിള് പോലെ നമുക്ക് ഓരോന്നും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിനെയാണ് ബിങ് എന്ന് വിളിക്കുക. വേറെയും പല കമ്പനികളുടെ യാഹു, അത് ഇത് AOL, ആസ്ക് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ സെർച്ച് എഞ്ചിൻ ഉണ്ട്. അതെല്ലാം ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നില്ല. പല സെർച്ച് എഞ്ചിൻസ് ഉണ്ട്, അതെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നില്ല. ഡക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല, പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ 3 കമ്പനികൾ നമ്മൾ ലിസ്റ്റ് ചെയ്തു. ഇനി OSകളാണ്. ഇവരുടെയൊക്കെ OSകളുടെ പേരൂടി നമ്മൾ നോക്കുകയാണ്. ഗൂഗിളിന്റെ OS ഏതാ? ഗൂഗിളിന്റെ ഡെസ്ക്ടോപ്പ് OSനെ നമ്മൾ ക്രോം OS എന്ന് വിളിക്കും. ഗൂഗിളിന്റെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന OSനെ വിളിക്കുന്ന പേര് ക്രോം OS എന്നാണ്. അതേസമയം മൊബൈലിൽ ഉപയോഗിക്കുന്ന OSനെ വിളിക്കുന്ന പേരോ അത് ആൻഡ്രോയിഡ് എന്നാണ് അറിയപ്പെടുക, ആൻഡ്രോയിഡ്. നെക്സ്റ്റ്, ആപ്പിളിന്റെ OS ഏതാ? ആപ്പിളിന്റെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലൊക്കെ ഉപയോഗിക്കുന്നതിനെ മാക് OS അഥവാ മാക്കിൻടോഷ് എന്ന് വിളിക്കും. മൊബൈലിൽ ഉപയോഗിക്കുന്നത് ഐഫോണിലും ഐപാഡിലൊക്കെ ഉപയോഗിക്കുന്നതിനെ iOS എന്നാണ് വിളിക്കുക. മൈക്രോസോഫ്റ്റിന്റെ OS ഏതാ? മൈക്രോസോഫ്റ്റിന്റെ OS വിൻഡോസ് ആണ്, വിൻഡോസ്, സിമ്പിൾ. നെക്സ്റ്റ്, ഗൂഗിളിന്റെ AI സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചാറ്റ് ബോട്ട് ആണ്. നമ്മളിപ്പോൾ ചാറ്റ് ബോട്ട് ആയിട്ടും വർക്ക് ചെയ്യും, വോയിസ് ആയിട്ടും എല്ലാം വർക്ക് ചെയ്യും കേട്ടോ. ഇപ്പോൾ ഈ പഴയ വിർച്വൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ആൾക്കാരെയൊക്കെ കമ്പനി അപ്ഗ്രേഡ് ചെയ്ത് AI സിസ്റ്റം ആക്കി മാറ്റുക. കുറെ കൂടെ ജോലി ചെയ്യാൻ പറ്റും, കുറെ കൂടെ ഡാറ്റ. ഞാനൊരു essay ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ essay എനിക്ക് സെറ്റ് ആക്കി തരുന്നു. ഞാനൊരു സെമിനാർ റിപ്പോർട്ടോ പ്രോജക്ട് റിപ്പോർട്ടോ എന്തൊക്കെ കൊടുക്കുന്നോ അതൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ എല്ലാം റെഡിയാക്കി തരും. ക്വസ്റ്റ്യൻസ് വേണോ എന്തൊക്കെ വേണോ സെറ്റാക്കി തരും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഓരോ കമാൻഡ് പറഞ്ഞാൽ അതെല്ലാം റെഡിയാക്കി ഒരു ഒരു ആർട്ടിക്കിൾ ഉണ്ട്, വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല, സമ്മറൈസ് ചെയ്ത് തരൂ, സിമ്പിൾ വേർഡ്സിലാക്കി തരൂ, ഞാൻ ടൈപ്പ് ചെയ്ത കാര്യങ്ങളിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് തരൂ. ഇങ്ങനെയെല്ലാം നമ്മളെ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതൊരു വെബ്സൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യും, സോഫ്റ്റ്വെയർ ആയിട്ട് വർക്ക് ചെയ്യും, അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇതിൽ ഗൂഗിളിന്റെ AI സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിനോടകം പരിചയം ഉണ്ടായിരിക്കും. ജെമിനായി എന്നാണ് വിളിക്കുക. നമ്മൾ ജെമിനി എന്ന് വിളിക്കും, അവർ ജെമിനായി എന്ന് വിളിക്കും. ഗൂഗിൾ അസിസ്റ്റന്റ് ഒക്കെ ശരിക്കും മാറി നിങ്ങളുടെ ഫോണുകളിൽ ഇതിനോടകം ജെമിനായി ആയിട്ടുണ്ടാവും. പുതിയ ഫോണുകളിൽ, പഴയതിലൊക്കെ ചിലപ്പോൾ ഗൂഗിൾ അസിസ്റ്റന്റ് തന്നെയായിരിക്കും. ഏറ്റവും പഴയ ഫോണുകളിലൊക്കെയാണ് ഒരു പക്ഷേ ഗൂഗിൾ അസിസ്റ്റന്റ് തന്നെയായിരിക്കും വർക്ക് ചെയ്യുക. ഒന്ന് പരീക്ഷിക്കുക, നല്ലതാണ്. ഇനി ആപ്പിളിന്റെ AI സിസ്റ്റം ഏതാ? ആപ്പിളിന്റെ AI സിസ്റ്റം ദാ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ആദ്യമായിട്ട് ആപ്പിളിന്റെ മറ്റേ 16E വരുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. അത് ആപ്പിൾ ഇന്റലിജൻസ് ആണ്. ആപ്പിളിന്റെ AI സിസ്റ്റം അറിയപ്പെടുന്ന പേര് ആപ്പിൾ ഇന്റലിജൻസ് എന്നാണ്. എത്രത്തോളം എങ്ങനെയാണെന്ന് നമുക്ക് പറയാറായിട്ടില്ല, എന്നാലും AI സിസ്റ്റം ആപ്പിൾ ഇന്റലിജൻസ്. അടുത്ത മൈക്രോസോഫ്റ്റിന്റെ AI സിസ്റ്റം ഏതാണ്? മൈക്രോസോഫ്റ്റിന്റെ AI സിസ്റ്റം കോപൈലറ്റ് എന്ന് പറയും. കോപൈലറ്റ് ആണ് മൈക്രോസോഫ്റ്റിന്റെ AI സിസ്റ്റം. അത് ഈ പറഞ്ഞ സെറ്റായി റെഡിയായി വരുന്ന ഇത്രയും ബാക്കിയുള്ള അത്രയും സെറ്റാണെന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് അവരുടെ AI സിസ്റ്റം ആണ്, കൊള്ളാം. ഇത് ഈ എഡ്ജിനകത്തൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് കോപൈലറ്റ് എന്ന് പറയും. സോ കോപൈലറ്റ് മൈക്രോസോഫ്റ്റിന്റെ AI സിസ്റ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കമ്പനികൾ അവരുടെ പ്രോഡക്റ്റ് ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്ന് കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഇവിടെ ആഡ് ചെയ്തതാണ്. ബാക്കി ചോദ്യങ്ങളിലേക്ക് പെട്ടെന്ന് പോവാം. അടുത്ത്, താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ഇൻസ്റ്റഗ്രാം. മെറ്റ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിന്റെ പേരന്റ് കമ്പനിയാണ്. ഇപ്പൊ ഗൂഗിളിന്റെ പല പ്രോഡക്റ്റ് ഉണ്ട്. ഗൂഗിൾ നോക്കിയേ, ഗൂഗിളിന് ഗൂഗിൾ അസിസ്റ്റന്റ്, ക്രോമ, ഇതെല്ലാം ഉണ്ട്. ഇതിന്റെ എല്ലാം പേരന്റ് കമ്പനിയെ വിളിക്കുന്ന പേരെന്താ? ആൽഫബറ്റ് എന്നാണ്. ഈ പറയുന്ന പോലെ ആൽഫബറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കുകയല്ലായിരുന്നോ? അതുപോലെ ഫേസ്ബുക്കിന്റെ ഒരു പേരന്റ് കമ്പനിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശരിക്കും മെറ്റ. ആ മെറ്റയുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മെറ്റ മേടിച്ചതാണ് ഇൻസ്റ്റഗ്രാമിനെ. അവർ മേടിച്ചതാണ് ഇൻസ്റ്റഗ്രാമിനെ. ഇത് ബന്ധമുള്ളതാ. ഫേസ്ബുക്ക് അതിന്റെ പേരന്റ് കമ്പനിയാന്ന് ഓൾറെഡി പറഞ്ഞു. വാട്സാപ്പിനെ ഇവർ മേടിച്ചു. അപ്പൊ ഇതെല്ലാം ഈ 3 പേരും ഫേസ്ബുക്കുമായി മെറ്റയുമായി ബന്ധമുള്ളതാണ്. ടെലഗ്രാം ഇവരുമായി ബന്ധമില്ല. ടെലഗ്രാം വേറെ ആളാണ്, വേറെ ഡുറൈവ് സഹോദരന്മാർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ് ശരിക്കും ടെലഗ്രാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത് നമുക്ക് നോക്കാം. ഡീപ് ഫേക്ക് എന്നാൽ എന്ത്?
ഇതൊരു ക്വസ്റ്റ്യൻ, നല്ല ചോദ്യം, പുതിയൊരു ചോദ്യം വന്ന ഇത്. ഈ ഓപ്ഷനൊക്കെ വായിച്ച് നമുക്ക് ഏറെക്കുറെ ഓപ്ഷൻ ഔട്ട് ചെയ്ത് എഴുതാനൊക്കെ പറ്റും ഒരു വിധത്തിൽ. ഇവിടെ ഫേക്ക് എന്ന് പറഞ്ഞൊരു വാക്ക് തന്നിട്ടുണ്ട്, ഡീപ് ഫേക്ക്. ഡീപ് ഫേക്ക് എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഫേക്ക് ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ് വന്നേക്കുന്നത്. ഇത് നോക്കുമ്പോഴേ അറിയാം. ഓപ്ഷൻ നോക്കിയേ. ഒന്ന്, സൈബർ സെക്യൂരിറ്റിക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. സൈബർ സെക്യൂരിറ്റിക്ക് ഉപയോഗിക്കുന്നതാണെങ്കിൽ ആന്റി ഫേക്ക് എന്നോ അല്ലെങ്കിൽ ഫേക്ക് ഹണ്ടർ എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ പേരൊക്കെ വരണമായിരുന്നു. ഇത് സൈബർ സെക്യൂരിറ്റിക്ക് ഉപയോഗിക്കുന്നതല്ല എന്തായാലും. അടുത്ത്, വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ്. അതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഒരാളെ പോലെ തന്നെ തോന്നുന്ന ഒരാളിപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രസംഗിക്കുന്ന പോലെ തന്നെ പറയുന്നു, ഒരാൾ പറയാത്ത കാര്യം അയാളെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുക, ഇപ്പൊ ചിത്രങ്ങൾ ഒരാളെ പോലെ തന്നെ തോന്നുക, അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് പണ്ടൊക്കെ വെറുതെ മോർഫ് ചെയ്യാന്നുള്ളതാണ്, തല വെട്ടി കയറ്റുക എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഒരാളിപ്പോ സംസാരിക്കുമ്പോൾ അയാളുടെ മാനറിസം ഉൾപ്പെടെ ഒക്കെ ഉള്ളതുപോലെ തന്നെ വരുന്ന രീതിയിലൊക്കെ നമുക്ക് വ്യാജ വീഡിയോസും ചിത്രങ്ങളൊക്കെ സൃഷ്ടിക്കാൻ പറ്റും. വീഡിയോ കോൾ ഒക്കെ പേരൻസിനോട് ചെയ്ത് വീഡിയോ കോൾ ചെയ്ത് പൈസ അയച്ചിരുന്നു പറഞ്ഞ് അവരുടെ നിന്ന് പൈസ മേടിച്ച് എത്രയോ ക്രൈമുകളൊക്കെ പുതുതായിട്ട് വരുന്നു. ടെക്നോളജി വളരുന്തോറും ക്രൈമുകളുടെ എണ്ണവും സൈബർ ക്രൈമുകളുടെ എണ്ണവും കൂടത്തേ ഉള്ളൂ. സോ ഇതാണ് ആൻസർ. കമ്പ്യൂട്ടർ വൈറസ് ആണോ ഡീപ് ഫേക്ക്? അല്ല. ചിലപ്പോൾ ഒന്ന് ആലോചിച്ചേക്കാമാണോന്ന്, ബട്ട് അല്ല. നെറ്റ്വർക്ക് സംരക്ഷണത്തിനുള്ള ഉപകരണം. ഫേക്ക് ചെയ്യാന്ന് പറയുന്ന ഒരു നെഗറ്റീവ് മീനിങ്, അപ്പൊ സംരക്ഷണത്തിന് എങ്ങനെ ഉപയോഗിക്കാം? സോ അതും വരില്ല. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, സെൻസിറ്റീവ് ആയിട്ടുള്ള ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയമായ രീതിയിൽ, ആകർഷകമായ രീതിയിൽ മെസ്സേജ് അയക്കുന്നു, അല്ലെങ്കിൽ മെയിൽ അയക്കുന്നു, കോള് വിളിക്കുന്നു. ഇതിനൊക്കെ വിളിക്കുന്ന പേരെന്താണ്? ഉത്തരം എളുപ്പമാണ്. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള സൈബർ ക്രൈമുകളിൽ ഒന്നാണിത്. ഇത് ഫിഷിംഗ് ആണ്. ഫിഷിംഗ്. നമുക്ക് ലോട്ടറി അടിച്ചു, നമുക്ക് കോൺടെസ്റ്റിൽ പ്രൈസ് കിട്ടി, ആന തരാം, ചക്ക തരാം, മാങ്ങ തരാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ഇന്റർനെറ്റിൽ ആരും നിങ്ങൾക്കൊന്നും ഫ്രീ ആയിട്ട് തരില്ല. അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. സോ ഫ്രീ ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞ് നമ്മൾ എങ്ങനെയെങ്കിലും കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫിഷിംഗ് ആണ്. അതിൽ വീഴാൻ പാടില്ല. സ്പാം എന്ന് പറഞ്ഞാൽ എന്താ? അൺവാണ്ടഡ് ആയിട്ട് വരുന്ന മെസ്സേജുകളെ, എന്ന് വെച്ചാൽ ഇങ്ങനെ പറ്റിക്കാനായിട്ട് വിളിക്കുന്നല്ല, അല്ലാതെ തന്നെ ഓഫർ ഉണ്ട്, അതാണ് ഇതാണ്, വരൂ വരൂ എന്നൊക്കെ പറഞ്ഞു വരുന്ന, നമ്മളായിട്ട് ആവശ്യപ്പെടാതെ വരുന്ന ഓഫർ ഡീറ്റെയിൽസ്, മെസ്സേജുകളെല്ലാം സ്പാം ആണ്. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ അനുവാദമില്ലാതെ കയറി കൂടുക. ഒരു നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ ഒരാളുടെ ലാപ്ടോപ്പിൽ, ഫോണിൽ എങ്ങനെയെങ്കിലും അനുവാദമില്ലാതെ ആക്സസ് ചെയ്യുന്നതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേര്. ഒരു വൈഡ് മീനിങ് ആണ് ഹാക്കിംഗ്. വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ വന്ന് നമ്മുടെ ഫയലുകളെ ഇൻഫെക്ട് ചെയ്തിട്ട് ആ ഫയലുകളെ നശിപ്പിക്കുകയോ അതിന് രൂപമാറ്റം വരുത്തുകയോ ഒക്കെ ചെയ്യും. അത്തരത്തിലുള്ള ക്ഷുദ്രകാരികളായിട്ടുള്ള സോഫ്റ്റ്വെയറുകളെ വിളിക്കുന്ന പേരാണ് വൈറസ് എന്ന് പറയുന്നത്. അപ്പൊ ഫിഷിംഗ് എന്ന് ഓർത്തിരിക്കുക. അത് വോയിസ് കോൾ വഴിയാണ് വിളിച്ച് നമ്മളെ പറ്റിക്കുന്നതെങ്കിൽ വോയിസ് പ്ലസ് ഫിഷിംഗ്, അതിനെ വിഷിംഗ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇത് വോയിസ് വെച്ചിട്ടാണ് വിളിച്ചു പറ്റിക്കുന്നു അങ്ങനെയൊക്കെയാണെങ്കിൽ. ഇനി SMS അയച്ചിട്ടൊക്കെയാണ് നമ്മളെ പറ്റിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സ്മിഷിംഗ് എന്നാണ്. ഇത് പഴയ ടൈമാണ്. ഇപ്പൊ വീഡിയോ കോൾ വഴി വിളിച്ചിട്ട് നമ്മളെ പറ്റിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ വിർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആ സാധനമൊക്കെ ഈ ഫിഷിങ്ങിനകത്ത് വരുന്നതാണ് കേട്ടോ. ഇനി അടുത്ത, പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ഈ ചോദ്യത്തിൽ അല്പം പ്രശ്നമുണ്ട്. കാര്യം ഇതിനകത്ത് രണ്ട് ഉത്തരം. ഫയർവാൾ എന്ന് പറയുന്ന ആളുടെ പ്രവൃത്തി ഏറെക്കുറെ ഇതിനോട് സാമ്യമുള്ളതാണ്. റൂട്ടർ എന്ന് പറഞ്ഞ ആൾക്കാരുടെ പ്രവൃത്തിയും ഇതിനോട് സാമ്യമുള്ളതാണ്. ശരിക്കും ഈ ഒരു ഭാഗം മാത്രം വായിച്ച് നമ്മൾ ടെക്സ്റ്റിലൊക്കെ വായിക്കുന്ന അനുസരിച്ചിട്ട് ഡാറ്റ പാക്കറ്റുകളെ റൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡാറ്റ പാക്കറ്റുകളെ ഫോർവേഡ് ചെയ്യുന്നത്, നെറ്റ്വർക്കിന്റെ അകത്ത് ഡാറ്റ പാക്കറ്റായിട്ടാണ് വരുന്നത്. ആ പാക്കറ്റിന്റെ അഡ്രസ്സ് ഉണ്ടാവും, ഇത് എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ളത്. ആ പോകേണ്ട അഡ്രസ്സിനനുസരിച്ച് മനസ്സിലാക്കി വേണ്ട വഴിക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി കണ്ടുപിടിച്ച് എത്തിക്കുന്ന ആളാരാന്ന് ചോദിച്ചാൽ ആ റൂട്ട് കണ്ടുപിടിക്കുന്ന ആൾ റൂട്ടറാണ്. ഫയർവാൾ എന്ന് പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റി മെക്കാനിസമാണ്. ഇപ്പോൾ എനിക്കൊരു ലാൻ ഉണ്ട്, ഇവിടെ ഒരു കമ്പ്യൂട്ടറും ഒരു ഫോണ്, ഒരു പ്രിന്റർ, ഇതൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ചേക്കുന്ന ഒരു ലാൻ ഉണ്ട്. ഇവിടെ ഇന്റർനെറ്റ്, ഈ ഇന്റർനെറ്റുമായിട്ട് ഞാൻ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ എൻ്റെ ലാനിലേക്ക് ഇന്റർനെറ്റിൽ നിന്ന് വേറെ ആരെങ്കിലും ആക്സസ് ചെയ്യാനൊക്കെ വരുന്നുണ്ടോ, വേറെ ആരെങ്കിലും ഇൻട്രൂഷൻസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടോ, അത് കണ്ടുപിടിക്കാനും ഒതന്റിക് അല്ലാതെ നമ്മളായിട്ട് സെറ്റ് ചെയ്യാതെ വേറെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് തടയാനൊക്കെ ആയിട്ടുള്ള ഒരു ഡിഫെൻസീവ് സെക്യൂരിറ്റി മെക്കാനിസമാണ് അത് ഫയർവാൾ. അപ്പൊ ഈ ഫയർവാളും ശരിക്കും ഡാറ്റ പാക്കറ്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഫോർവേഡ് ചെയ്യുന്നു എന്ന് പറയുന്നില്ല, ബട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇതേ സ്വഭാവമുള്ള ആളാണ്. ബട്ട് ഇങ്ങനെ വന്നാൽ PSC ചൂസ് ചെയ്തിരിക്കുന്ന ആൻസർ റൂട്ടറാണ്. അതുകൊണ്ട് റൂട്ട് തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. ഇനി ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ആളെന്താ? ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു ലാനിനെ,
ഒരു ലാനിനെ 2 ഭാഗങ്ങളാക്കാനോ അല്ലെങ്കിൽ 2 ലാനുകളെ കണക്ട് ചെയ്യാനോ, ഒരേപോലുള്ള നെറ്റ്വർക്കുകളായ 2 ലാനുകളെ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വലിയ ലാനിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ആക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് ബ്രിഡ്ജ്. ഒരു പാല വിട്ട് 2 ആൾക്കാരെ കണക്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. 2 ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, 2 സെഗ്മെന്റേ ആക്കാൻ പറ്റത്തുള്ളൂ ആളെ കൊണ്ട്, അത് ഓർത്തിരിക്കുക. ഇനി ഹബ് എന്ന് പറഞ്ഞതോ, ഹബ് എന്ന് പറഞ്ഞയാള് ഇങ്ങനത്തെ ഒരു ഹബ് എന്ന് പറഞ്ഞ ഡിവൈസ്, ഈ ഹബിലേക്ക് കുറേ കമ്പ്യൂട്ടറുകളെയോ അല്ലെങ്കിൽ വേറെ പ്രിന്ററുകളെയോ ലാപ്ടോപ്പുകളെയോ ഒക്കെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ലാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ചെറിയൊരു ലാൻ ഉണ്ടാക്കിയെടുക്കാൻ, ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഹബ്ബ്. ഹബ്ബ് അങ്ങനത്തെ ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ്. അപ്പോൾ ആളെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. പെട്ടെന്ന് പോവാം. നോക്കൂ, യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? യഥാർത്ഥ ലോകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന, നിങ്ങളിപ്പോൾ കണ്ണുകൊണ്ട് കാണുന്ന ഈ ഒരു ലോകം, അതിനകത്ത് വിർച്വൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഇല്ലാത്ത ഒബ്ജക്റ്റിനെ അവിടെ പ്ലേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ. ഇത് പലർക്കും ചിലപ്പോൾ പാടായിട്ടൊക്കെ തോന്നിയേക്കാം, ചിലപ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. നമ്മൾ ഈ 24 ന്യൂസ് ചാനലൊക്കെ കണ്ടു തുടങ്ങി. ഇപ്പോൾ പിന്നെ വന്ന ഏത് ചാനലാണ്, മറ്റേ ചുവപ്പ് കളറ് റിപ്പോർട്ടർ TV, പിന്നെ വരുന്ന പുതിയ ചാനലുകളെല്ലാം സാങ്കേതിക വിദ്യ വികസിച്ച് അവരൊരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ഹെലികോപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെലികോപ്റ്റർ അവിടെ വന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു യുദ്ധവിമാനം മറ്റേ കപ്പലിൽ പോവാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോ സംഭവത്തിലും നമ്മൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റിനെ ആളുടെ അടുത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം, ആൾ തൊട്ട് പോലെ, ആൾ അതിൽ കയറിയിരിക്കുന്ന പോലെ, അങ്ങനെയൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ കണ്ട് പരിചയമുള്ളവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. ഈ ചാനലുകളൊക്കെ പരസ്യം ചെയ്യുമ്പോൾ ഞങ്ങളുടെ AR VR ആ സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയായിരിക്കും പറയാം. ഇവിടെ നോക്കിയേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഇത് ഏറെക്കുറെ ബന്ധമുള്ള ആൾക്കാരാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സ്വഭാവത്തോട്, മെഷീൻ ലേണിംഗും അതെ, മനുഷ്യനെ പോലെ പെരുമാറാനായിട്ട് ഉപകരണങ്ങളെ പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏകദേശം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മനുഷ്യനുള്ള പോലെ അത്രയും ബുദ്ധി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല, ഭാവി പറ്റുമായിരിക്കും. ഇപ്പൊ എന്തായാലും ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് മനുഷ്യൻ പെരുമാറുന്ന പോലെ, ഒരു കാര്യം കേട്ടാൽ അതിനെങ്ങനെയാണ് ഒരു മനുഷ്യൻ റെസ്പോണ്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ മനുഷ്യനെ പോലെ ആക്കാൻ അല്ലെങ്കിൽ മനുഷ്യന്റെ അധ്വാനം കുറയ്ക്കാനൊക്കെ വേണ്ടി കണ്ടുപിടിച്ച ഒരു സാങ്കേതിക വിദ്യയൊക്കെയാണ് AI, മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അത് വിടും. ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ആൻസർ, ഇതാണ് ഇവിടുത്തെ ആൻസർ. ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ 2 പേരും, വിർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി, ജസ്റ്റ് ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കുക. വിർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു VR ഹെഡ്സെറ്റ് ഉണ്ടായിരിക്കും. ആപ്പിളിൻ്റെയോ ഫേസ്ബുക്കിനോ ഒക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ ഒരു വിർച്വൽ ഹെഡ്സെറ്റ് ഉണ്ടായിരിക്കും. ഇതങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ലോകത്തിലൊന്നും ഉള്ളതല്ല നമ്മൾ പിന്നെ കാണുക. പിന്നെ നമ്മൾ മായാലോകത്താണ്. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന മായാലോകത്ത്. ചിലപ്പോൾ നമ്മളൊരു സ്റ്റേഡിയത്തിൽ ഇരുന്ന് ക്രിക്കറ്റ് കളി കാണുന്ന പോലെ ആയിരിക്കും. അങ്ങനെ ചിലപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബോൾ വരുന്നതിനെങ്കിൽ ഇങ്ങനെ അടിക്കുന്നു, അതുപോലെ ഒരു വേറെ ലോക, കംപ്ലീറ്റ്ലി എൻറ്റയർ വേൾഡ്. ചിലപ്പോൾ നമ്മൾ സ്പേസിലായിരിക്കുന്നു, നമ്മൾ വേറെ സ്ഥലത്തായിരിക്കുന്നു. അങ്ങനെ വേറൊരു ലോകമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞാൽ കാണുന്ന വേറെ ലോകം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ മേലോട്ട് നോക്കിയാൽ താഴത്തോട്ട് നോക്കിയാൽ അങ്ങനെ വേറെ ലോകം, അങ്ങനെ വേറെ ലോകമാണ്. വിർച്വലി വേറെ റിയാലിറ്റി. ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ VR ഹെഡ്സെറ്റ് ഒന്നും ഇല്ല. നമ്മൾ നോർമലി നമ്മുടെ ഫോണിലൂടെ നോക്കുന്നു, ക്യാമറ തുറന്നിട്ട് ഫോണിലൂടെ ഒന്ന് നോക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരു ഹെഡ്സെറ്റ് തന്നെ വെക്കുന്നു. ഈ VR ഹെഡ്സെറ്റ് അല്ല, ആ ഹെഡ്സെറ്റ് വെച്ചാൽ നമുക്ക് പുറത്തുള്ള കാണാം. ഇപ്പോൾ ഈ VR ഹെഡ്സെറ്റ് വെച്ചിട്ട് നിങ്ങളോട് നടക്കാൻ പറഞ്ഞാൽ നിങ്ങൾ താഴെ വീണ് പണി പാളുകയുള്ളൂ. VR ഹെഡ്സെറ്റ് വെച്ച് എവിടെയെങ്കിലും ഒതുങ്ങി ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്തുള്ള ഒന്നും കാണത്തില്ല. AR ഓഗ്മെന്റഡ് റിയാലിറ്റി കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഹെഡ്സെറ്റും വെച്ച് നമുക്ക് പുറത്തുള്ള എല്ലാം കാണുകയും ചെയ്യാം. പുറത്ത് നമ്മൾ കാണുന്ന ഈ ആപ്പിളിന്റെ ഒക്കെ പുതിയ ഹെഡ്സെറ്റ് AR VR ഹെഡ്സെറ്റ് ഒക്കെയാണ് മറ്റേ സംഭവമൊക്കെ വന്നത്. അപ്പൊ ഇത് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കി ഞങ്ങള് ഈ ഫോണിനകത്തേക്കൂടെ ആൾ നോക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു ടേബിൾ മാത്രമേ ഉള്ളൂ. ഇതൊരു ടേബിൾ മാത്രമാണ്, ശരിക്കും റിയൽ ലൈഫിൽ ഒരു ടേബിൾ മാത്രമേ ഉള്ളൂ. ആ ടേബിളിനകത്തേക്ക് ഓരോ ബാറുകൾ, ഗ്രാഫുകളൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നേക്കാണ്. ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഈ സെറ്റപ്പ് ഉപയോഗിച്ചാണ് ആമസോണിൽ നിന്നൊക്കെ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോഴത്തേനും നിങ്ങളുടെ റൂമിന് എങ്ങനെ ഇത് ഫിറ്റ് ആവുന്നു നോക്കൂന്നും പറഞ്ഞൊരു സെറ്റപ്പ് വന്നേക്കുന്നത്. സ്യൂട്ട് യുവർ റൂം എന്തൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓണാക്കി നമ്മൾ നോക്കുമ്പോൾ ഒരു സാധനം ഞാനിപ്പോൾ മേടിക്കുക, ഒരു ടേബിൾ, അത് നമ്മുടെ റൂമിൽ വെച്ച് എങ്ങനെ ഉണ്ടാവും, ചേരുമെന്ന് അറിയണമെങ്കിൽ, ആ കളർ ചേരുമോ എല്ലാം അറിയണമെങ്കിൽ ഈ സംഭവം ഓണാക്കി നോക്കിയാൽ നമ്മുടെ റൂമിനെ ആയിരിക്കും ക്യാമറയിൽ കാണിക്കുക, പക്ഷെ അതിൻ്റെ ആ സാധനം വന്നിരിക്കുന്നുണ്ടാവും. ഇത് വന്നാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ സംഭവമാണ് AR എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. യഥാർത്ഥ ലോകത്ത് വേറൊരു വിർച്വൽ ഒബ്ജക്റ്റിനെ കൊണ്ടുപോയി നമ്മൾ വെച്ച് നോക്കുകയാണ്.
എങ്ങനെയാണ് സെറ്റാണ്, അപ്പൊ അത് നോക്കുന്ന പരിപാടിയാണ് ശരിക്കും ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയാ. അപ്പോൾ ഇതും പുതുതായിട്ട് വന്ന സാങ്കേതിക വിദ്യയുടെ ക്വസ്റ്റ്യൻ വന്നതാണ്. അതും ഒന്ന് മനസ്സിലാക്കുക. ഇങ്ങനത്തെ പുതിയ പുതിയ ടെക്നോളജികൾ ചോദ്യങ്ങളിൽ കയറി വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, കുറച്ച് ചോദ്യങ്ങളെ പറഞ്ഞുള്ളൂ. അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് കുറച്ചുകൂടെ ഡാറ്റ പറഞ്ഞിട്ടുണ്ടായി. ഇനി കുറച്ച് വേറെ ചോദ്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻസും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കൂ. എല്ലാവരും നല്ലപോലെ പഠിക്കൂ, ഉഷാറായിട്ട് പഠിക്കൂ. വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.